ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ മൊഡ്യൂൾ 5-ലെ നമുക്കിനി ലാസ്റ്റ് പറഞ്ഞു നിർത്താനുള്ള പോർഷനാണ്. അതിൽ ഡിസൈൻ ഓഫ് ട്രാഫിക് സിഗ്നൽ ബൈ വെബ്സ്റ്റർ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഹൈവേ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് ടെസ്റ്റിൽ നോക്കി അറിയാം, ട്രാഫിക് സിഗ്നൽസ് നമുക്ക് പല മെത്തേഡിൽ ഡിസൈൻ ചെയ്യാം. അതിൽ നമുക്കിപ്പം സിലബസിൽ വെബ്സ്റ്റർ മെത്തേഡ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ മെത്തേഡ് അറിഞ്ഞിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വെബ്സ്റ്റർ മെത്തേഡിന് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ഡിസൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തായാലും ഈ ഒരു മൊഡ്യൂളിൽ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ അതിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ട്രാഫിക് സിഗ്നൽസ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ ആക്റ്റീവ് കൺട്രോൾ ഓഫ് ട്രാഫിക് ആൻഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സെവറൽ സിറ്റീസ് വേൾഡ് വൈഡ്. ഓക്കെ, അത് നമുക്കറിയാലോ. ഈ പറയുന്ന ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവായിട്ടും ഫ്ലെക്സിബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രാഫിക് സിഗ്നൽസ്. ദ കോൺഫ്ലിക്ട് അറൈസിംഗ് ഫ്രം മൂവ്മെന്റ് ഓഫ് ട്രാഫിക് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ ഈസ് അഡ്രസ്ഡ് ബൈ ടൈം ഷെയറിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പം ഈ ട്രാഫിക് സിഗ്നൽ എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന എന്താണ് ട്രാഫിക് മൂവ്മെന്റ് ത്രൂ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഓരോ ഡയറക്ഷനിലും ഉണ്ടാകുന്ന ഈ മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുന്നത് ടൈം ഷെയറിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഓരോ സിഗ്നലിനും ഇത്രയും ടൈം കൊടുക്കും, ആ ടൈമിൽ സ്റ്റോപ്പ് ചെയ്യും, ഗ്രീൻ കളർ കാണിക്കുമ്പോൾ പ്രൊസീഡ് ചെയ്യും. ആ ഒരു ടൈം ഷെയറിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ട്രാഫിക് സിഗ്നൽസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഈ ഒരു ട്രാഫിക് സിഗ്നൽ എന്ന ഒരു പോർഷനിൽ നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ ആണ് സൈക്കിൾ എന്നുള്ളത് എന്താണെന്ന്. ഓക്കെ, അപ്പം എ സിഗ്നൽ സൈക്കിൾ ഇസ് വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ത്രൂ ഓൾ സെറ്റ് ഓഫ് ഇൻഡിക്കേഷൻസ് പ്രൊവൈഡഡ്. ഓക്കെ, അപ്പം ഒരു സെറ്റ് ഓഫ് ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? റെഡ് വരും, പിന്നെ ഗ്രീൻ വരും, പിന്നെ ആംബർ കളർ വരും, അല്ലെങ്കിൽ യെല്ലോ കളർ വരും, അല്ലെ? ഈ മൂന്ന് ഇൻഡിക്കേഷൻസിന്റെയും കൂടെ ആ ഒരു കംപ്ലീറ്റ് എന്താണ് റൊട്ടേഷൻ ഉണ്ടല്ലോ. റെഡ് കാണിച്ച്, പിന്നെന്താണ് ഗ്രീൻ കാണിച്ചു, ആംബർ കാണിച്ചു, പിന്നെ അടുത്ത റെഡ് തുടങ്ങുന്ന വരെയുള്ള ടൈം ഉണ്ടല്ലോ, ആ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ, അതിനെയാണ് നമ്മൾ എ സിഗ്നൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് സൈക്കിൾ ലെന്ത് എന്താണെന്നുള്ളത്. അത് എന്തായിരിക്കും? അത്രയും അതിന് മൊത്തത്തിൽ ഈ പറയുന്ന സൈക്കിളിന് വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് സെക്കൻഡിലായിരിക്കും പറയുന്നത്. ഓക്കെ, ദ സൈക്കിൾ ലെന്ത് ഈസ് ദി ടൈം ഇൻ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടേക്സ് എ സിഗ്നൽ ടു കംപ്ലീറ്റ് വൺ ഫുൾ സൈക്കിൾ ഓഫ് ഇൻഡിക്കേഷൻസ്. ഒരു റെഡ്, ഗ്രീന്, ആംബർ, പിന്നെ അടുത്ത റെഡ് വരുന്ന വരെയുള്ള ആ ഒരു ടൈമിനെയാണ് സൈക്കിൾ ലെന്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം ഇൻ സെക്കൻഡ് ആയിരിക്കും. It indicates the time interval between the starting of green for one approach till the next time the green start. Okay, ഒരു അപ്രോച്ച്, ഒരു റോഡിൽ കൂടെ ഗ്രീൻ ആണ് നമ്മൾ സ്റ്റാർട്ടിങ് പറയാം. ഗ്രീൻ വന്നു, പിന്നെ എന്തായിരിക്കും? ആംബർ കളർ വന്നു, പിന്നെ റെഡ് വന്നു, പിന്നെ അടുത്ത ഗ്രീൻ വരുന്നവരെയുള്ള ടൈം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സി വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സി എന്നുള്ള ലെറ്റർ വെച്ചിട്ടായിരിക്കും. അടുത്തത് ഇന്റർവൽ എന്താന്ന് വെച്ചാൽ ദസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ചേഞ്ച് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ. എന്ന് വെച്ചാൽ ഒരു കളറിൽ നിന്ന് അടുത്ത കളറിലോട്ട് വരുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിനാണ് ഇന്റർവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് നമുക്ക് ഇന്റർവൽസ് ഉണ്ട്, ചേഞ്ച് ഇന്റർവലും ക്ലിയറൻസ് ഇന്റർവലും. ഓക്കെ, ചേഞ്ച് ഇന്റർവൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദി യെല്ലോ ടൈം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഇന്റർവൽ ബിറ്റ്വീൻ ദി ഗ്രീൻ ആൻഡ് റെഡ് സിഗ്നൽ ഇൻഡിക്കേഷൻസ് ഫോർ ആൻ അപ്രോച്ച്. ഓക്കെ, യെല്ലോ ടൈം എന്ന് നമുക്ക് പറയാം അതിനെ. അപ്പം ഗ്രീൻ ആൻഡ് റെഡ് സിഗ്നലിന്റെ ഇടയ്ക്കുള്ള ഒരു ഇന്റർവലിനെയാണ് നമ്മൾ ചേഞ്ച് ഇന്റർവൽ എന്ന് പറയുന്നത്. ക്ലിയറൻസ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓൾ റെഡ് ടൈം എന്ന് പറയാം. ആൻഡ് ഈസ് പ്രൊവൈഡഡ് ആഫ്റ്റർ ഈച്ച് യെല്ലോ ഇന്റർവൽ ഇൻഡിക്കേറ്റിംഗ് എ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് ഓൾ ദി സിഗ്നൽ ഫേസസ് ഷോ റെഡ് ആൻഡ് ഈസ് യൂസ് ഫോർ ക്ലിയറിംഗ് ഓഫ് ദി വെഹിക്കിൾ ഇൻ ദി ഇന്റർസെക്ഷൻ. ഓക്കെ, ഈ ക്ലിയറൻസ് ഇന്റർവൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്റർസെക്ഷൻ, ഒരു ജംഗ്ഷനിലെ എല്ലാ സൈഡിലുള്ള സിഗ്നൽസ് എല്ലാം ഒരു ടൈമിൽ എല്ലാ സിഗ്നൽസും റെഡ് കളർ ആവും. ഓക്കെ, ആ ഒരു ടൈമിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ജംഗ്ഷന്റെ നടുക്കായിട്ട് ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്ലിയർ ആയി പോകാൻ ആ സമയത്തുള്ളിൽ അത് പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ചെയ്ത് പോകണം. അതിനെയാണ് നമ്മൾ ക്ലിയറൻസ് ടൈം എന്നോണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓൾ റെഡ് ആയിരിക്കും, എല്ലാ സിഗ്നൽസിലും റെഡ് കത്തിയിരിക്കും. ഓക്കെ, അടുത്തതാണ് ഗ്രീൻ ഇന്റർവൽ എന്ന് പറയുന്ന ഒരു ടേം. ഇറ്റ് ഈസ് ദി ഗ്രീൻ ഇൻഡിക്കേഷൻ ഫോർ എ പർട്ടിക്കുലർ മൂവ്മെന്റ് ഓർ സെറ്റ് ഓഫ് മൂവ്മെന്റ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ GI. ദിസ് ഇസ് ദി ആക്ച്വൽ ഡ്യൂറേഷൻ ദി ഗ്രീൻ ലൈറ്റ് ഓഫ് എ ട്രാഫിക് സിഗ്നൽ ഇസ് ടേൺഡ് ഓൺ. ഗ്രീൻ ലൈറ്റ് എന്തുമാത്രം നേരം ഓൺ ആയിട്ടിരിക്കുന്നു, ആ ഒരു ടൈമിനാണ് ഗ്രീൻ ഇന്റർവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡ് ഇന്റർവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെഡ് ഇൻഡിക്കേഷൻ ഫോർ എ പർട്ടിക്കുലർ മൂവ്മെന്റ് ഓർ എ സെറ്റ് ഓഫ് മൂവ്മെന്റ് ഡിനോട്ടഡ് ബൈ RI. ദിസ് ഇസ് ദി ആക്ച്വൽ ഡ്യൂറേഷൻ ഓഫ് റെഡ് ലൈറ്റ് ഓഫ് എ സിഗ്നൽ. ഓക്കെ, അടുത്ത ടേം ആണ് ഫേസ്.
A phase is the green interval plus the change and clearance interval that follow it. Okay, അപ്പോൾ green interval plus change and clearance interval ആണ് ഒരു phase എന്ന് പറയുന്നത്. It allows a set of movement to flow and safely hold the flow before the phase of another set of movement start ചെയ്യുന്നതിന് മുന്നേ ഒരു set of movement മൂവ് ചെയ്ത് പോവുക, ഫ്ലോ ചെയ്ത് പോവുക. അതിനെടുക്കുന്ന ആ ഒരു എന്താണ് ഇന്റർവെലിനെയാണ് നമ്മൾ ഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടേമാണ് ലോസ്റ്റ് ടൈം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ടൈം ഡ്യൂറിങ് വിച്ച് ദ ഇന്റർസെക്ഷൻ ഈസ് നോട്ട് എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഫോർ എനി മൂവ്മെന്റ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ജംഗ്ഷൻ റെഡിൽ ഇരിക്കുക, റെഡ് സിഗ്നലിൽ ഇരിക്കുക, കുറേ വണ്ടികൾ ഇരിക്കുക. അപ്പം പെട്ടെന്ന് ഗ്രീൻ കാണിച്ചു, പക്ഷെ ഗ്രീൻ കാണിച്ച ഉടനെ ചിലപ്പം വണ്ടി മൂവ് ആകത്തില്ല, ഇച്ചിരി ഒരു സെക്കൻഡ് അവിടെ വേസ്റ്റ് ആവും അല്ലെങ്കിൽ ലോസ്റ്റ് ആവും അല്ലെ. അതിനെയാണ് നമ്മൾ ലോസ്റ്റ് ടൈം എന്നൊന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു അത്രയും ടൈം ആ ഇന്റർസെക്ഷൻ പ്രോപ്പർലി യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വെൻ ദി സിഗ്നൽ ഫോർ ആൻ അപ്രോച്ച് ടേൺസ് ഫ്രം റെഡ് ടു ഗ്രീൻ, ദ ഡ്രൈവർ ഓഫ് ദി വെഹിക്കിൾ വിച്ച് ഈസ് ഇൻ ദി ഫ്രണ്ട് ഓഫ് ദി ക്യൂ വിൽ ടേക്ക് സം ടൈം ടു പെർസീവ് ദി സിഗ്നൽ. ഓക്കെ, അയാൾ സിഗ്നൽ പെർസീവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അത് നമുക്ക് റിയാക്ഷൻ ടൈം എന്നൊക്കെ പറയാം. ആൻഡ് സം ടൈം വിൽ ബി ലോസ്റ്റ് ബിഫോർ വെഹിക്കിൾ ആക്ച്വലി മൂവ് ആൻഡ് ഗെയിൻ സ്പീഡ്. ആ ഒരു ടൈം ലോസ്റ്റിനെയാണ് ലോസ്റ്റ് ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിലോട്ട് പോകുമ്പം ടൈപ്പ് ഓഫ് സിഗ്നൽസ് പറയണം. ടൈപ്സ് ഓഫ് സിഗ്നൽസ് നമ്മൾ പറഞ്ഞതായിരുന്നു. ഫിക്സഡ് ടൈം സിഗ്നൽ, വെഹിക്കിൾ ആക്ച്വേറ്റഡ് സിഗ്നൽസ്, സെമി ആക്ച്വേറ്റഡ് സിഗ്നൽസ്. അതിൽ നമുക്കറിയാം ഫിക്സഡ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സൈക്കിളിന്റെ ലെന്ത് അല്ലെങ്കിൽ ഗ്രീൻ പീരീഡ് ഒക്കെ നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെക്കും, അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ടൈം അനുസരിച്ചായിരിക്കും അത് കത്തുകയും കിടയൊക്കെ ചെയ്യുന്നത്. ഈ വെഹിക്കിൾ ആക്ച്വേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രീൻ പീരീഡ് വേരി ചെയ്യും. എന്ന് വെച്ചാൽ അവിടുത്തെ ട്രാഫിക്കിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഈ പറയുന്ന നമുക്ക് സിഗ്നൽസ് വേരി ചെയ്ത് കൊടുക്കാം. സെമി ആക്ച്വേറ്റഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ പറയുന്ന സൈഡ് റോഡൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഡിറ്റക്ടേഴ്സ് കാണും. അപ്പം ആ സൈഡ് റോഡിൽ കൂടെ പോകുന്ന വണ്ടികളുടെ ഒരു ഡിമാൻഡ് കുറയുമ്പോൾ അതനുസരിച്ച് മാറും. അപ്പോൾ ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എന്താണ് സിഗ്നൽസിനെയാണ് സെമി ആക്ച്വേറ്റഡ്. കാര്യം അവിടെ സൈഡ് റോഡ്സിലായിരിക്കും ഡിറ്റക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് അതിൽ മാറ്റം വരത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഈ മൂന്നിടത്തിന്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഫിക്സഡ് ടൈമിൽ കുറച്ചുകൂടെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കും. വെഹിക്കിൾ ആക്ച്വേറ്റഡ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആണ്, ഈ പറയുന്ന ഡിമാൻഡ് അനുസരിച്ച് മാറും. നമുക്ക് അധികം ഡിലേ ഉണ്ടാകുന്നില്ല. ഓക്കെ, മാക്സിമം കപ്പാസിറ്റി അറ്റൈൻ ചെയ്യാം. സെമി ആക്ച്വേറ്റഡ് സിഗ്നൽസിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് യൂസ്ഫുൾ ഫോർ ജംഗ്ഷൻ ഓഫ് എ ലോ ട്രാഫിക് വോളിയം, അധികം ട്രാഫിക് വോളിയം ഇല്ലാത്തൊരു ജംഗ്ഷനിലൊക്കെ ഈ പറയുന്ന സെമി ആക്ച്വേറ്റഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ മൂന്ന് മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഫിക്സഡ് ടൈമിൽ പറയുന്നത് ഇത് അത്ര ഫ്ലെക്സിബിൾ അല്ല. കാര്യം വണ്ടി ഇപ്പൊ കുറവാണേലും ഇങ്ങനെ കുറെ നേരം റെഡി ഇരിക്കേണ്ടി വരും. കാര്യം അത് ടൈം നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അപ്പം ഇൻഫ്ലെക്സിബിൾ ആണ്. എന്താണ് കുറെ ഡിലേ അത് കോസ് ചെയ്യും. പിന്നെ വെഹിക്കിൾ ആക്ച്വേറ്റഡ് സിഗ്നലിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി എക്യുപ്മെന്റ്സ് ആയിരിക്കും. പിന്നെ ഡിറ്റക്ടേഴ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, ഇപ്പൊ കോസ്റ്റ്ലി ആണ്. സെമി ആക്ച്വേറ്റഡ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഹൈ ട്രാഫിക് ആക്സിഡന്റ് അറ്റ് ടൈംസ് ഓഫ് ലൈറ്റ് ട്രാഫിക്. ഈ ലൈറ്റ് ട്രാഫിക് വരുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് റെഡ് വരികയൊക്കെ ചെയ്യുമ്പം ചിലപ്പം ആക്സിഡന്റ് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഫിക്സഡ് ടൈം സിഗ്നൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗ്നൽ ഫേസസിൽ റെഡ് ഉണ്ട്, ആംബർ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്. ആംബർ പീരീഡ് എന്ന് പറഞ്ഞാൽ ആ യെല്ലോ പീരീഡ് എന്ന് പറയുന്നത് സാധാരണ എപ്പോഴും 2 സെക്കൻഡ് ആണ് നമ്മൾ ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ പറയുന്ന ഡിസൈനിലോട്ട് കടക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദ ഡിറ്റർമിനേഷൻ ഓഫ് സൈക്കിൾ ടൈം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ഫിക്സഡ് സിഗ്നൽ ഡിസൈനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈക്കിൾ ടൈം ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഈ പറയുന്ന സൈക്കിൾ ടൈം അല്ലെങ്കിൽ സൈക്കിൾ ലെന്ത് ഡിറ്റർമിൻ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിലേ ഷുഡ് ബി കോസ്ഡ് ടു ദി ട്രാഫിക് പാസിംഗ് ത്രൂ ദി ഇന്റർസെക്ഷൻ. ഓക്കെ, ഏറ്റവും കുറച്ച് ഡിലേ ആയിരിക്കണം നമ്മുടെ ഈ ഡിസൈൻ കൊണ്ടുണ്ടാകേണ്ടത്. Therefore, for each traffic flow, there is an optimum cycle time, okay, which results in the minimum delay. അപ്പോൾ എപ്പോഴും ഒരു ഒപ്റ്റിമം സൈക്കിൾ ടൈം കാണും. അത് അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിലേ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമം സൈക്കിൾ ലെന്ത് കണ്ടുപിടിക്കാൻ വെബ്സ്റ്റർ മെത്തേഡിലുള്ള ഇക്വേഷൻ ആണ് സി നോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഒപ്റ്റിമം സൈക്കിൾ ലെന്ത് അല്ലെങ്കിൽ സൈക്കിൾ ലെന്ത് എന്ന് ഓർത്താൽ മതി കേട്ടോ. സൈക്കിൾ ലെന്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അതിന് ഇക്വേഷൻ ആണ് 1.5 L + 5/1 - y. അതിൽ സി നോട്ട് എന്ന് പറയുന്നത് ഒപ്റ്റിമം സൈക്കിൾ ടൈം അല്ലെങ്കിൽ സൈക്കിൾ ലെന്ത്. എൽ എന്ന് പറയുന്നത് ടോട്ടൽ ലോസ്റ്റ് ടൈം പെർ സൈക്കിൾ, അതും സെക്കൻഡ്സിലാണ് പറയുന്നത്. ടോട്ടൽ ലോസ്റ്റ് ടൈം ആണ്. ഓക്കെ, വൈ എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കാം. ഓക്കെ, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് സ്മോൾ y1 + y2 + അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ എല്ലാത്തിനും സം ആണ്. അതിൽ ഈ സ്മോൾ വൈ എന്ന് പറയുന്നത് Q/S ആണ്. അവിടെ Q എന്ന് പറയുന്നത് നോർമൽ ഫ്ലോ, അതിന്റെ ഒരു റേറ്റ് പറയും. ആ വാല്യൂ
ഡിവൈഡഡ് ബൈ എസ് ആണ്. എസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ ഫ്ലോ. അതും ക്വസ്റ്റ്യനിൽ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ഇത്രയും ഒരു മണിക്കൂറിൽ ഇത്രയും വണ്ടികൾ പോയി അതിൻ്റെ ഒരു റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ പറയുന്ന ക്യൂ ഡിവൈഡ് ബൈ എസ് ആണ് വൈ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ഡയറക്ഷൻ ഉണ്ട് ആ ഓരോ റോഡിൻ്റെയും എന്താണ് വൈ കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ വാല്യൂ ഓഫ് വൈ അക്കോർഡിംഗ് ടു വെബ്സ്റ്റർ ഈസ് ടേക്കൺ ആസ് ദി ഹയസ്റ്റ് റേഷ്യോ ഓഫ് ക്യൂ ബൈ എസ്. എന്ന് വെച്ചാൽ ചിലപ്പം എന്താണ് ഇപ്പം നോർത്ത് ഡയറക്ഷൻ, സൗത്ത് ഡയറക്ഷൻ, അപ്പം എന്ന് വെച്ചാൽ നോർത്ത് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വണ്ടികളുടെയും സൗത്ത് ഡയറക്ഷൻ, ഈസ്റ്റ് വെസ്റ്റ്, അങ്ങനെ എന്താണ് 4 വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. നാലെണ്ണത്തിനും ക്യൂവിന്റെയും എസിന്റെയും വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് അറിയാലോ നോർത്തും സൗത്തും അല്ലേ നമ്മൾ എടുക്കുന്ന ആദ്യം. എന്നുവെച്ചാൽ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ഒരു റോഡായിരിക്കുമല്ലോ, ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ റോഡാണല്ലോ. അപ്പം നമ്മൾ നോർത്തിലെയും എന്താണ് ഈ പറയുന്ന വൈ കണ്ടുപിടിക്കും. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്ന ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അത് ഒറ്റ റോഡാണല്ലോ, അവിടത്തെയും സൗത്തിലെയും വൈ കണ്ടുപിടിക്കും, ഈസ്റ്റിലെയും വൈ കണ്ടുപിടിക്കും, പിന്നെ എന്താണ് വെസ്റ്റിലെയും വൈ കണ്ടുപിടിക്കും. ഇതിലെ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ റോഡാണല്ലോ, അതിലെ ഇപ്പം നോർത്തിലെയും സൗത്തിലെയും ഏറ്റവും ഹയസ്റ്റ് വൈയുടെ വാല്യൂ എടുക്കും, ക്യൂ ബൈ എസിന്റെ വാല്യൂ എടുക്കും. അതാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നത്, വൈ 1 ആയിട്ട് എടുക്കുന്നത്. അടുത്ത് ഈസ്റ്റിലെയും വെസ്റ്റിലെയും നോക്കിയിട്ട് ഹയസ്റ്റ് എടുക്കും, അതാണ് നമ്മൾ വൈ 2 ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മളെപ്പോഴും വൈ 1 അതേപോലെ വൈ 2 ഒക്കെ ആയിട്ട് എടുക്കുന്നത്. ഇഫ് ദർ ആർ മോർ ദാൻ, ഇപ്പൊ 4 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 നമ്പറിന്റെ മാക്സിമം ഏതാണ്, മറ്റേ 2 നമ്പറിലെ മാക്സിമം ഏതാണ്, അങ്ങനെയാണ് എടുക്കാറ്. ഇത് ജസ്റ്റ് ഒരു ഫിഗർ ആണ് കേട്ടോ. ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത് ഇപ്പൊ ഇത് സാച്ചുറേഷൻ ഫ്ലോ റേറ്റ്, ഇത് ടൈമും ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, റെഡ് കാണിച്ചിട്ട് കുറച്ച് നേരം ഗ്രീൻ കാണിക്കുമ്പോൾ കുറേയധികം ടൈം ലോസ്റ്റ് ആകും. ഇത്രയും ടൈം ലോസ്റ്റ് ആവുന്നുണ്ട്. ഇത്രയും നേരം വണ്ടി അനങ്ങാതിരിക്കുമായിരുന്നു, പിന്നെ ഗ്രീൻ കാണിച്ചു, അപ്പോൾ കുറച്ച് ടൈം അങ്ങ് ലോസ്റ്റ് ആയി, പിന്നെ എഫക്റ്റീവ് ഗ്രീൻ ടൈം കിട്ടി, പിന്നെ അടുത്ത സ്റ്റോപ്പ് ആകാൻ പോവാണ്, അപ്പം പിന്നെ ഒരു ചെറിയൊരു ലോസ്റ്റ് ടൈം കാണും, പിന്നെ വണ്ടി സ്റ്റോപ്പ് ആകും. ആ ഒരു അപ്രോച്ച് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഈ ഒരു ഇങ്ങനത്തെ ഇമേജ് ഒന്ന് നോക്കി വെക്കണം. ഇതിനെ നമ്മൾ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് എപ്പോഴും പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കേണ്ടി വരും. ഇതിനെ ഫേസ് ഡയഗ്രാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു ഇക്വേഷനോട് ഒന്ന് അറിഞ്ഞു വെക്കുക. സാച്ചുറേഷൻ ഫ്ലോവിന്റെ വാല്യൂ ചിലപ്പോൾ തന്നിട്ടില്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് 525 × W ആണ്. ഓക്കെ, അപ്പം PCU പെർ അവറിലാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ യൂണിറ്റ്. എസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ ഫ്ലോ, W എന്ന് പറയുന്നത് ലെയിൻ വിഡ്ത്ത് ഓഫ് അപ്രോച്ച് റോഡ് ഇൻ മീറ്റേഴ്സ് മെഷേർഡ് കേർബ് ടു ഇൻസൈഡ് ഓഫ് ദി സെൻട്രൽ ലൈൻ. കേർബിൽ നിന്ന് ആ ഒരു റോഡിന്റെ സെൻട്രൽ ലൈൻ വരെയുള്ള ആ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ ലെയിൻ വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും നമുക്ക് പ്രോബ്ലത്തിൽ എസിന്റെ വാല്യൂ തരും, തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ് ഓരോ ടൈപ്പ് ഓഫ് വെഹിക്കിൾ. ഇപ്പൊ ഹെവി, മീഡിയം, ഗുഡ്സ് വെഹിക്കിൾ ആണെങ്കിൽ PCUവിന്റെ വാല്യൂ നമ്മൾ 1.75 ആയിരിക്കും എടുക്കുന്നത്. ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ആണെങ്കിൽ 1 ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇപ്പം വിഡ്ത്ത് 3 മീറ്റർ ഒക്കെ വിഡ്ത്താണ് ഡബ്ല്യുവിന്റെ വാല്യൂ എങ്കിൽ അവിടുത്തെ സാച്ചുറേഷൻ ഫ്ലോന്റെ വാല്യൂ ഇത്രയായിരിക്കും. 3.5 ഒക്കെ ആണെങ്കിൽ ഇത്ര വാല്യൂ ഇങ്ങനെ മാറും. ജസ്റ്റ് ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം, വാല്യൂസ് ഒന്നും കാണാൻ പഠിക്കണ്ട. ഓക്കെ, അടുത്തതാണ് ഇപ്പം നമ്മൾ ഒപ്റ്റിമം സൈക്കിൾ ലെന്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് ലോസ്റ്റ് ടൈം. ഓക്കെ, ലോസ്റ്റ് എന്നാണ് ഇത്, ലോസ് നല്ല നോക്കണ്ട കേട്ടോ, സ്പെല്ലിംഗ് തെറ്റി പോകുന്നതാണ്. ലോസ്റ്റ് ടൈം അത് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് L=NL + R. ഓക്കെ, അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസ് ആണ് കേട്ടോ, അതിവിടെ ഞാൻ മെൻഷൻ ചെയ്തില്ല. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസ്, L എന്ന് പറയുന്നത് ലോസ്റ്റ് ടൈം ഫോർ ദി ഫേസ്, ആ ഒരു ഫേസിലെ ലോസ്റ്റ് ടൈം, പ്ലസ് R എന്ന് പറയുന്നത് ടൈം ഡ്യൂറിങ് ഈച്ച് സൈക്കിൾ വെൻ ഓൾ സിഗ്നൽസ് ഡിസ്പ്ലേ റെഡ്. ഓക്കെ, എല്ലാ സിഗ്നൽസും റെഡ് കാണിക്കുന്ന ഒരു ടൈം വരും, അതിനെയാണ് R എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേസ്, L എന്ന് പറയുന്നത് ആ ഫേസിലെ ലോസ്റ്റ് ടൈം, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എല്ലാ സിഗ്നൽസും റെഡ് ആകുന്ന ടൈം. ഓക്കെ, എന്തുമാത്രം ടൈം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ NL + R. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ലോസ്റ്റ് ടൈം എന്ന് വെച്ചാൽ സ്മോൾ എല്ലിന്റെ വാല്യൂ ലോസ്റ്റ് ടൈം ഫോർ ഈച്ച് ഫേസ് ഇസ് 2 സെക്കൻഡ് എന്ന് വന്നു, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തരും. അപ്പം മനസ്സിലായിക്കൊണ്ട് സ്മോൾ എല്ലിന്റെ വാല്യൂ ആണ് 2 സെക്കൻഡ് എന്നുള്ളത്. നമുക്ക് ക്യാപിറ്റൽ എൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ലോസ്റ്റ് ടൈം ആണ്. ഓക്കെ, പിന്നെ ഈ എന്നിന്റെ വാല്യൂ നമ്പർ ഓഫ് ഫേസ്, അത് ക്വസ്റ്റ്യൻ ചിലപ്പം ഡിസൈന് 2 ഫേസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും, അപ്പം നമുക്ക് മനസ്സിലായിക്കോണം ഇത് 2 ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഇനിയും ചിലപ്പോൾ ചില ടെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, 2N + R എന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലിന്റെ വാല്യൂ ഇല്ലേ അവരങ്ങ് 2 അങ്ങ് എടുക്കുക.
N പിന്നെ അവിടെ ഉണ്ട് പ്ലസ് 6 എന്ന് വെച്ചാൽ എല്ലിൻ്റെ വാല്യൂ അവരങ്ങ് 2 എന്നങ്ങ് എടുത്തു വെച്ചു. കാര്യം ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഈ പറയുന്ന ലോസ്റ്റ് ടൈം ഫോർ ഈച്ച് ഫേസ് ഈസ് 2 സെക്കൻഡ് എന്നൊന്നും തരത്തില്ല. ആ ടൈമിൽ നമ്മളങ്ങ് അസ്യൂം ചെയ്യുന്നതാണ് ലെറ്റ് L ഈക്വൽ ടു 2 സെക്കൻഡ് എന്നുള്ളത്. അപ്പം ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ലെങ്കിൽ L അങ്ങ് 2 ആയിട്ട് എടുത്തോണം. ഓക്കെ, പക്ഷേ ശരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത് NL+R ആണ്. ക്വസ്റ്റിനകത്ത് എല്ലിന്റെ വാല്യൂ വേറെ വല്ലതും തന്നിരുന്നെങ്കിൽ നമ്മൾ അതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ ഇക്വേഷൻ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, സ്മോൾ എൽ എന്ന് പറഞ്ഞാൽ ഓരോ ഫേസിലുള്ള ലോസ്റ്റ് ടൈം ആണ്. ഓക്കെ, അപ്പം NL+R ആണ്. ക്വസ്റ്റിനകത്ത് സ്മോൾ എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ലെറ്റ് അസ്യൂം L ഈക്വൽ ടു 2 സെക്കൻഡ്. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രീൻ ടൈം കണ്ടുപിടിക്കേണ്ടി വരും. അതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ y ബൈ ക്യാപിറ്റൽ Y ഇൻറ്റു CO മൈനസ് L. CO നമുക്ക് കിട്ടും, L നമുക്ക് തൊട്ട് മുന്നത്തെ ഇക്വേഷൻ കിട്ടും. സ്മോൾ y നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ക്യാപിറ്റൽ Y നമുക്കറിയാം y1 പ്ലസ് y2. അത് അങ്ങനെ G കിട്ടും, ഓരോ ഡയറക്ഷനുള്ള G കിട്ടും കേട്ടോ. പിന്നെ അടുത്ത റെഡ് ടൈം കണ്ടുപിടിക്കണം. അപ്പം CO ഉണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ, ഗ്രീൻ ടൈം നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ -2 ഇൻറ്റു ആംബർ ടൈം നമ്മൾ 2 സെക്കൻഡ് എടുക്കാറ്. അങ്ങനെ നമുക്ക് റെഡ് ടൈം കിട്ടും. ഇതെല്ലാം കൂടി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലാസ്റ്റ് ഒരു ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ ഇത്രയും ആയിരുന്നു ഇതിന് ജസ്റ്റ് ഒരു തിയറി കാര്യങ്ങളും ആ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇനി ഒരു പ്രോബ്ലം കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസൈൻ ഓഫ് ട്രാഫിക് സിഗ്നൽസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിന് മുന്നത്തെ സ്ലൈഡിൽ കണ്ട അതേ വാല്യൂസ് ഇക്വേഷൻസ് ഒക്കെ തന്നെ ഒന്നും കൂടെ ഒന്ന് പറയുവാണ്. ഇത് മുന്നേ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഒരു നോട്ട് പോലെ എഴുതിയിരുന്നു, അപ്പോൾ അതിൽ നിന്ന് ഞാൻ PDF ആക്കിയേ ഉള്ളൂ. അപ്പോൾ വെബ്സ്റ്റർ മെത്തേഡിൽ നമുക്ക് ഒപ്റ്റിമം സൈക്കിളിൽ എന്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു തന്ന ഇക്വേഷൻ തന്നെയാണ്. 1.5 L പ്ലസ് 5 ഡിവൈഡ് ബൈ 1 മൈനസ് y. അതിൽ L എന്ന് പറയുന്നത് ടോട്ടൽ ലോസ്റ്റ് ടൈം പെർ സൈക്കിൾ ഇൻ സെക്കൻഡ്. പിന്നെ L എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ഇക്വേഷൻ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് 2n+r എന്നുള്ളതും അല്ലെങ്കിൽ L ഇൻറ്റു n+r. അതിൽ ശരിക്കും L ഇൻറ്റു n+r ആണ് ശരിക്കും ഇക്വേഷൻ. അതിൽ 2 എന്നുള്ള വാല്യൂ L നമ്മൾ 2 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഓൾ റെഡ് ടൈം ആണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസ്. പിന്നെ നമുക്ക് ഇക്വേഷനകത്ത് ക്യാപിറ്റൽ Y ഉണ്ടല്ലേ, അപ്പം ക്യാപിറ്റൽ Y കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്മോൾ വൈയുടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ സ്മോൾ y എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് നോർമൽ ഫ്ലോ ടു സാച്ചുറേഷൻ ഫ്ലോ ആണ്, S ആണ്, Q/S ആണ്. നോർമൽ ഫ്ലോ എന്ന് പറയുന്നത് ഡ്യൂറിങ് ഡിസൈൻ അവറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സാച്ചുറേഷൻ ഫ്ലോ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ബൈ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ സ്ട്രീം ഓഫ് കോമ്പാക്ട് ഫ്ലോ ഡ്യൂറിങ് ഗ്രീൻ ഫേസ് ടൈമിലുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പം ഗ്രീൻ ടൈം എന്ന് പറയുന്നത് അതിന് ഇക്വേഷനാണ് സ്മോൾ y ബൈ ക്യാപിറ്റൽ Y ഇൻറ്റു C0 മൈനസ് L. ഓക്കെ, അതിലെ ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് y1 പ്ലസ് y2 പ്ലസ് y3 അങ്ങനെയാണ്. അതിലെ y എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത്. സ്മോൾ y1 എന്ന് പറയുന്നത് Q1 ബൈ S1, ആദ്യത്തെ നോർമൽ ഫ്ലോ ഡിവൈഡ് ബൈ അതിൻ്റെ സാച്ചുറേഷൻ ഫ്ലോ. y2 എന്ന് പറയുന്നത് അങ്ങനെ. ഓക്കെ, എന്നിട്ട് അത് രണ്ടിൻ്റെയും സമ്മായിരിക്കും ടോട്ടൽ സബ്മേഷൻ ഓഫ് ഈ പറയുന്ന നോർമൽ ഫ്ലോ ടു സാച്ചുറേഷൻ ഫ്ലോ. അതിൻ്റെ സമ്മിനെയാണ് നമ്മൾ ക്യാപിറ്റൽ Y എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു പ്രോബ്ലത്തിലോട്ട് പോവാണ്. ദ ആവറേജ് നോർമൽ ഫ്ലോ ഓഫ് ട്രാഫിക് ഓൺ ക്രോസ് റോഡ് A ആൻഡ് B. ഓക്കെ, രണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് A, അതിന് ക്രോസ് ആയിട്ട് പോകുന്നത് B. ഡ്യൂറിങ് ഡിസൈൻ പീരിയഡ് ആർ 540 ആൻഡ് 420 PCU പെർ അവർ. അതാണ് എന്ത്, A എന്ന റോഡിൻ്റെ നോർമൽ ഫ്ലോയുടെ വാല്യൂ ആണ് 540 എന്നും B എന്ന റോഡിൻ്റെ നോർമൽ ഫ്ലോയുടെ വാല്യൂ ആണ്, അല്ലെങ്കിൽ Qൻ്റെ വാല്യൂ ആണ് 420 PCU പെർ അവർ. ഓക്കെ, ഇനിയും ആ സെയിം റോഡിൻ്റെ A ആൻഡ് B റോഡിൻ്റെ സാച്ചുറേഷൻ ഫ്ലോയിൻ്റെ വാല്യൂ വന്നിരിക്കുവാണ് 1400 PCU പെർ അവറും 1180 PCU പെർ അവറും. ഓക്കെ, ദ ഓൾ റെഡ് ടൈം റിക്വയർഡ് ഫോർ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഈസ് 12 സെക്കൻഡ്. ഓക്കെ, അവിടുത്തെ ക്യാപിറ്റൽ R-ൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 12 സെക്കൻഡ് ആണെന്നുള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്, ഡിസൈൻ എ 2 ഫേസ് ട്രാഫിക് സിഗ്നൽ ബൈ വെബ്സ്റ്റർ മെത്തേഡ്. അപ്പം സ്മോൾ n-ന്റെ വാല്യൂ 2 ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ തന്നില്ലെങ്കിൽ പോലും, ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് 2 ഫേസ് സിഗ്നൽ ആണെന്നങ്ങ് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ നമുക്ക് y1 ആണ് വേണ്ടത്. അതിന് Q1-ഉം S1-ഉം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ y1 കണ്ടുപിടിക്കുക. എത്രയാണ്, ആദ്യത്തെ Q1 ബൈ S1 540 ഡിവൈഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് സാച്ചുറേഷൻ ഫ്ലോ 1400 റോഡ് എയുടെ കിട്ടി. പിന്നെ അതേപോലെ തന്നെ y2 കണ്ടുപിടിക്കണം, റോഡ് ബിയുടെ Q2 ബൈ S2 ചെയ്യുക. രണ്ടിൻ്റെയും സമ്മ് ചെയ്യുന്നതായിരിക്കും ക്യാപിറ്റൽ Y. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ Y എന്നതിൻ്റെ വാല്യൂ കിട്ടി.
ഓക്കെ, യൂണിറ്റ് കാണുമോ? ഇല്ലല്ലോ, രണ്ടും സെയിം യൂണിറ്റ്, അപ്പോൾ കട്ടായി പോകുമല്ലോ, അപ്പോൾ യൂണിറ്റ് ഇല്ല. ഇനി ടോട്ടൽ ലോസ്റ്റ് ടൈം ക്യാപിറ്റൽ എൽ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് ഇക്വേഷൻ ശരിക്കും എന്താണ്? NL+R, NL. അപ്പോൾ അതിൽ എല്ലിൻ്റെ വാല്യൂ ക്വസ്റ്റിന് വേറെ തന്നിട്ടില്ല, അപ്പം നമ്മൾ എല്ലിൻ്റെ വാല്യൂ 2 എന്നങ്ങ് അസ്യൂം ചെയ്തു. പിന്നെ ഇവിടെ 2 ഫേസ് ആണ്, അപ്പം എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ 2n+R എന്നായി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ഇട്ടു, ആറിൻ്റെ വാല്യൂ ഓൾ റെഡ് ടൈം എന്ന് പറയുന്നത് 12 സെക്കൻഡ് എന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂസ് എല്ലാം കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോസ്റ്റ് ടൈം എല്ല് കണ്ടുപിടിക്കാം. ഇക്വേഷൻ അത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 16 സെക്കൻഡ് എന്ന് കിട്ടും ഈ പ്രോബ്ലത്തിൽ. സെക്കൻഡ്സിലാണല്ലോ അല്ലേ, ടൈം ആണല്ലോ. ഇനി അടുത്തത് ഒപ്റ്റിമം സൈക്കിൾ ടൈം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സൈക്കിൾ ലെന്ത് കണ്ടുപിടിക്കണം. അതിന് C0 എന്ന് നമ്മൾ പറയുന്നു 1.5 × L+5 ഡിവൈഡഡ് ബൈ 1 - y. ഓക്കെ, എല്ലുണ്ട് 16 സെക്കൻഡ് എന്ന് കിട്ടി. വൈയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു, ടോട്ടൽ വൈയുടെ വാല്യൂ, ക്യാപിറ്റൽ വൈയുടെ വാല്യൂ. നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 93.54 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമം സൈക്കിൾ ടൈമും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഗ്രീൻ ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, ഗ്രീൻ ടൈം കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നു ഞാൻ പേജ് മെർജ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ഇതാണ് അടുത്ത പേജ്. ഓക്കെ, ഇനി ഗ്രീൻ ടൈം പെർ ഫേസ്, ഓരോ ഫേസിലുള്ള ഗ്രീൻ ടൈം കണ്ടുപിടിക്കാം. അപ്പം റോഡ് എയിലുള്ള ഗ്രീൻ ടൈം കണ്ടുപിടിക്കാൻ പോവാണ്. GA = Y1 ക്യാപിറ്റൽ Y × C0 - L. ഓക്കെ, അപ്പോൾ Y1ൻ്റെ വാല്യൂ നമുക്കറിയാം, ക്യാപിറ്റൽ വൈയുടെ വാല്യൂ അറിയാം, C0 അറിയാം, എല്ലും അറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് 43.32 സെക്കൻഡ് കിട്ടി. റോഡ് എയിലെ ഗ്രീൻ ടൈം ഇത്രയും നേരം വേണമെന്ന് മനസ്സിലായി. റോഡ് ബിയിൽ ഇനി Y2 ക്യാപിറ്റൽ Y C0 - L, അത് രണ്ടും സെയിം ആണ്. Y2 മാത്രമേ വ്യത്യാസമുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോഡ് ബിയിലെ ഗ്രീൻ ടൈമിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താണ് ഫേസ് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഫേസ് 1 എന്ന് പറയുന്നത് റോഡ് എ ആണ്, നോർത്ത് സൗത്ത് ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പം ആ ടൈമിലുള്ള ഫേസ് ഡയഗ്രാം വരയ്ക്കണം. അപ്പം ഗ്രീൻ ടൈം അറിയാം നമുക്ക് റോഡ് എയുടെ. ഇനി അവിടുത്തെ റെഡ് ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നത് C0 - G × G - 2 × A. എന്ന് പറയുന്നത് ആംബർ ടൈം, അത് 2 സെക്കൻഡ് എടുക്കാറ്. ക്വസ്റ്റിന് വേറെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നതാണ്. അപ്പം C0 ഉണ്ട്, റോഡ് എയുടെ ഗ്രീൻ ടൈം ഉണ്ട്, 2 × 2 ചെയ്യുക, നമുക്ക് അവിടുത്തെ റെഡ് ടൈം കിട്ടും. ഇനി ഫേസ് 2 എന്ന് പറയുന്നത് റോഡ് ബി ആണ്, അത് നമ്മൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് റോഡ് എന്ന് എഴുതി. അവിടുത്തെ ഗ്രീൻ ടൈം അറിയാം, റെഡ് ടൈം കണ്ടുപിടിക്കുക. ആ സെയിം ഇക്വേഷൻ തന്നെ. അവിടെ വ്യത്യാസം ആകപ്പാടെ വരുന്നത് അവിടുത്തെ ഗ്രീൻ ടൈമിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടുത്തെ എന്ത് കിട്ടും? റെഡ് ടൈം കിട്ടും. ഇനി എന്താണ്, പടം വരച്ചാൽ മതി. അപ്പോൾ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത് ആദ്യമേ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരയ്ക്കും. ഇപ്പം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന റോഡെങ്കിൽ, അപ്പം ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ നോർത്ത് സൗത്ത് ആണല്ലോ അല്ലേ, ജസ്റ്റ് അങ്ങനെ റഫായിട്ടൊന്ന് വരച്ചു. ഫേസ് 2 എന്ന് പറയുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്ന് വെച്ചാൽ റോഡ് ബി ആണ്. ഇനി നമ്മൾ സിഗ്നൽ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ പോയി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ജസ്റ്റ് ഫേസ് ഡയഗ്രാം നമ്മൾ വരച്ചു, ഇനി സിഗ്നൽ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് എന്തെടുക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ റോഡ് എ അല്ലെങ്കിൽ ഫേസ് 1 ഫേസ് 2ൻ്റെ ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ഫേസ് 1 നമ്മൾ എപ്പോഴും സിഗ്നൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം യെല്ലോ സിഗ്നൽ അങ്ങ് കാണിച്ചെന്ന് വെച്ചോ. അങ്ങനെ ഏത് വേണേലും നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ യെല്ലോ സിഗ്നൽ കാണിച്ചെന്ന് വെച്ചോ. യെല്ലോ സിഗ്നൽ അല്ലെങ്കിൽ ആംബർ സിഗ്നൽ 2 സെക്കൻഡ് ആണല്ലോ നമ്മൾ കൊടുക്കുക. 2 സെക്കൻഡ് അതിൻ്റെ മേളിൽ മാർക്ക് ചെയ്തു. യെല്ലോ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഗ്രീൻ കൊടുത്തു. ഓക്കെ, ഗ്രീൻ സിഗ്നൽ റോഡ് എയുടെ എത്രയാണോ അത് അത്രയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. 43 എന്നുള്ളത് ആ വാല്യൂ അങ്ങോട്ട് എഴുതി വെക്കുക. റോഡ് എയുടെ ആണ്. ഇനി അത് കഴിയുമ്പോൾ ഗ്രീൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ആംബർ സിഗ്നൽ കാണിക്കും. അതും 2 സെക്കൻഡ് ആണല്ലോ കൊടുക്കുക. പിന്നെ അവിടുത്തെ റോഡ് എയുടെ റെഡ് ടൈമിന്റെ ആ ഒരു സിഗ്നൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആദ്യത്തെ റോഡിന്റെ ഫേസ് 1 ആയി. ഇനി അടുത്ത റോഡ് എന്ന് പറയുമ്പോൾ മറ്റടുത്ത് ആംബറും അല്ലെങ്കിൽ ഗ്രീനും കാണിക്കുന്ന സമയത്ത് ഇവിടെ ഏതായിരിക്കണം? റോഡ് ബിയിൽ അവിടെ റെഡ് ആയിരിക്കണം കാണിക്കേണ്ടത് അല്ലേ? ആ ഒരു സെയിം ടൈമിൽ മറ്റേ റോഡിൽ വണ്ടി മൂവ് ചെയ്യാൻ പാടില്ലല്ലോ, അവിടെ റെഡ് സിഗ്നൽ അല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ റെഡ് സിഗ്നലായിരിക്കും ആദ്യം പോകുന്നത്. ഓക്കെ, എന്നിട്ട് മറ്റടുത്തെ ആംബർ സിഗ്നൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റോഡ് ബിയിൽ ആംബർ സിഗ്നൽ കൊടുക്കണം. പിന്നെ അവിടുത്തെ ബാക്കി ഗ്രീൻ ടൈം കൊടുക്കണം. ലാസ്റ്റ് അവിടുത്തെ ആംബർ സിഗ്നൽ കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഫിഗർ വരുന്നത്. മറ്റടുത്ത് ഗ്രീനും ആംബറും നിൽക്കുന്ന സമയത്ത് ഇവിടെ റെഡ് ആകണം, മറ്റടുത്ത് റെഡ് ആകുമ്പോൾ ഇവിടെ ഗ്രീൻ സിഗ്നൽ ആകണം, ലാസ്റ്റ് ഒരു ആംബർ സിഗ്നലൂടെ കാണിക്കാം. അപ്പം രണ്ടിനും ആ ഒരു ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് ഈക്വൽ പോലെ വരും. ഓക്കെ, ജസ്റ്റ് ഇത് 3 കളറിൽ ചെയ്യുമ്പോൾ നമുക്ക് എടുത്തെടുത്ത് മനസ്സിലാകും. ഇതിൽ ഞാൻ ജസ്റ്റ് ആ ഒരു ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നത് നീല കളറിൽ വെച്ചിട്ടാണ്. യെല്ലോ അല്ലെങ്കിൽ ആംബർ സിഗ്നൽ ഞാൻ ജസ്റ്റ് സ്ലാഷ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. റെഡ് കുറച്ച് ഡോട്ട് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സിഗ്നൽ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം, പ്ലസ് ഇങ്ങനെ വരച്ചും കൂടെ കാണിക്കണം. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ലെക്ചർ നോട്ടായിട്ട് ഈ ഒരു പ്രോബ്ലം എഴുതുക. ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് ഇതേപോലത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസം അത് ഷെയർ ചെയ്യാം.